ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കൃഷ്ണയുടെ കൂട്ടുകാരി ഉണ്ണിമായെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണയെ അന്വേഷിച്ച്. മോളിവിടെ സിറ്റി തന്നെ ഉള്ളതാണോ? കൃഷ്ണയെ അറിയോ? ഉണ്ണിമായ ഇപ്പോ എന്റെ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു തങ്കേച്ചി ഉണ്ണിമായ അറിയാതെ സിറ്റിയിലേക്ക് പോന്നിട്ടുണ്ടെന്ന്. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു മനസമാധാനവും കിട്ടുന്നില്ല. എന്റെ കൃഷ്ണമോൾ എവിടെയാണെന്ന് മോക്കറിയോ? എനിക്കറിയാം തങ്കേച്ചി. തങ്കേച്ചി ഇപ്പൊ എവിടെയാ നിക്കുന്നേന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഒരു പള്ളിയുടെ മുന്നില്. ആ ശരി, തങ്കേച്ചി അവിടെ തന്നെ നിക്കേ, എങ്ങോട്ടും പോവല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. എന്നാലും ഇവിടെ കൃഷ്ണമോളെ ഇത്ര നന്നായി അറിയുന്ന ആരാ? നീ എവിടെ പോവാ? കുറെ നേരം ഗാഥയെ ഫോണിൽ വിളിക്കുന്നു, കിട്ടുന്നില്ല. സിത്താരമ്മന്റെ വീട്ടിൽ നിന്ന് സിനിയും വിളിച്ചിരുന്നു, അവരും കുറച്ച് ടെൻഷനില്ല. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ. നീ എവിടെ നിന്ന്? ഇതെന്താ നിന്റെ കഴുത്തില് ചെറിയ ചോരപ്പാട് പോലെ? ഇവിടെയല്ലേ? കാര്യമായിട്ട് ചോന്നിട്ടുണ്ടല്ലോ. എന്താന്നറിയില്ല അച്ഛാ, ശരീരത്തില് ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടു. കുറച്ചു നേരമായിട്ട് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, എന്തോ അലർജിയാണെന്ന് തോന്നുന്നു. ഞാൻ നവീന് ചായ കൊടുക്കാൻ വേണ്ടി മുറി ചെന്നപ്പോ അവിടെ പാമ്പ്. പക്ഷെ ഞാൻ ശരിക്കും കണ്ടതാ, ശരിക്കും. അതെ, നീ ഇപ്പൊ പുറത്തു പോണ്ട. എന്തുപറ്റി? നീ പറയുന്ന പോലെ എന്തെങ്കിലും അലർജിയോ റിയാക്ഷനോ മറ്റാണെങ്കിൽ നീ തനിച്ച് വണ്ടി ഓടിച്ചു പോയാല് കൂടുകയോ മറ്റോ ചെയ്താലോ? ഇതൊന്നും സാരമില്ല അച്ഛാ. വേണ്ട, നീ ഇപ്പൊ പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇത് വലിയ കഷ്ടമാണല്ലോ. അമ്മയെ മുത്തശ്ശി എങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവുമായിരുന്നു. അച്ഛനും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ? ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യിക്കും. എന്ത് സാഹചര്യങ്ങള്? അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? തൽക്കാലം നീ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. ഇതെന്തു പറ്റി അച്ഛൻ?